ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന ഈ പെണ്ണിന് ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഏതുവരെ ദുആ ചെയ്യുമെന്നറിയുവോ? നീ രാവിലെ എഴുന്നേക്കുന്നത് വരെ നിനക്കൊരു മലക്ക് ദുആ ചെയ്യുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒളുവെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ ഒളുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. മോനെ, ഒളുവോടുകൂടി മരിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീലിനെ കണ്ട് മരിക്കാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒളുവോടുകൂടി നടക്കുന്ന മനുഷ്യന് മലക്കിന് ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ഒളുവെടുത്താലും ഒളുവെടുക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടി ഒളുവെട്. കിടക്കുമ്പോൾ ഒളുവെടുത്തിട്ട് കിടക്കുന്ന സമയത്ത് ഒളുവെടുത്തിട്ട് കിടന്ന ഉണരുന്നത് വരെ ഒരു മലക്ക് ഉറങ്ങാതെ നിനക്ക് ദുആ ചെയ്യും, നിന്റെ പാപം പൊറുക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒളുവോടുകൂടെ കിടന്നുറങ്ങാൻ. അതുകൊണ്ട് പണ്ടൊരു ഉസ്താദ് പറഞ്ഞു, ഈ ഉസ്താദ് ഇങ്ങനെയുള്ള കാര്യം ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുമ്പോൾ ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങിയ മലക്കിൻ്റെ ദുആ കിട്ടും. ഒരു മനുഷ്യൻ വീട്ടിൽ പോയിട്ട് ഒളുവെടുത്തിട്ട് കിടപ്പറയിൽ പോയിട്ട് ഭാര്യയോട് പറയുക, എന്നെ തുടരുത്, ഒളു മുറിയും. കിടപ്പറയിൽ പോയിട്ട് ഭർത്താവ് ഭാര്യയോട് പറയുക, എന്നെ തുടരുത്, ഒളു മുറിയും. എന്നിട്ട് പറഞ്ഞ് രണ്ടുപേരും മാറി മാറി കിടക്കണം കേട്ടോ. അവസാനം പിന്നെ കുടുംബ കോടതിയിൽ പോകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നിപ്പോൾ ഉസ്താദ് പെണ്ണുങ്ങൾ വീട്ടിൽ പോയിട്ട് പറയുക, എന്നെ തുടരുത് കേട്ടോ, ഒളു മുറിയും. ഉസ്താദ് പറഞ്ഞു കേട്ടോ, എനിക്ക് സുബഹി വരെ ഇബാദത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് മാറി കിടന്ന വീട്ടിൽ പോയിരിക്കേണ്ട വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഒതുവെടുക്കാനേ പറഞ്ഞുള്ളൂ. കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഒതുവെട്. മുറിയുകയോ മുറിയാതിരിക്കുകയോ അത് നീ നോക്കണ്ട. നിനക്ക് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഒതുവെടുക്കാൻ പറ്റുമ്പോൾ ഒതുവെടുത്തിട്ട് നടക്ക്. എടുക്കുമ്പോൾ നല്ലതുപോലെ എടുക്ക്. ഇന്നത്തെ ഒതുവെടുപ്പൊന്നും പറയണ്ട. ചില പെണ്ണുങ്ങൾ ഒതുവെടുക്കുന്ന കണ്ട വസ്വാസുൽ ഖന്നാസ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചില ഒതുവെടുക്കുന്നുണ്ട. ചിലർക്ക് ഒതുവെടുക്കാൻ ഒരു ടാങ്ക് വെള്ളം വേണം. ചില പെണ്ണുങ്ങൾ, ചില ചെറുപ്പക്കാരെങ്ങനെ വസ്വാസ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു പരീക്ഷണം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചില പെണ്ണുങ്ങൾ എന്താപ്പ വഴി. എൻ്റെ അടുത്തൊരു വാപ്പ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ, എൻ്റെ 17 വയസ്സുള്ള മോള് ഉസ്താദെ ഒളുവെടുക്കുമ്പോൾ വെള്ളം ഇങ്ങനെ തുറന്നു വിടുക, കുളിക്കാൻ കയറിക്കഴിഞ്ഞാൽ അല്ലാഹുവെ മണിക്കൂറുകളാണ് ഉസ്താദെ, മയ്യത്ത് കുളിപ്പിക്കുന്നതിനേക്കാളും സമയം. എന്താ ഞാൻ പറഞ്ഞു, പച്ച മടല് വെട്ടിയിട്ട് തല്ലാൻ പറഞ്ഞു, വേറൊരു വഴിയില്ല. ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ അടിച്ചിറക്കാനാ പറഞ്ഞേ ഇല്ലേ? എങ്ങനെയാ ഈ ശൈത്താൻ കൂടുന്നേ? ഈ ശൈത്താൻ എങ്ങനെയാ കൂടുന്നേ? ഇന്നത്തെ ചെറുപ്പക്കാരും പെണ്ണുങ്ങൾക്കും കക്കൂസി പോകുമ്പോഴും മൊബൈൽ വേണം. ബെഡ്റൂമിൽ മാത്രമല്ല, കക്കൂസിനകത്ത് കയറിയിരുന്ന് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നവരുണ്ട്. അത് നിനക്ക് പോയിരിക്കാനുള്ള സ്ഥലമല്ലട്ടാ. ബാത്റൂമിൻ്റെ അകത്ത് അധിക സമയം ഇരിക്കരുത്. നിനക്ക് വസ്വാസ് പിടിപെടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബാത്റൂമിൻ്റെ അകത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ നിസ്കരിക്കുമ്പോൾ അടുത്ത് നിന്ന് നിസ്കരിക്കാൻ പോലും പറ്റൂലല്ലോ. ഞാനൊരിക്കൽ എൻ്റെ നാട്ടിൽ പോയി മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കുക. ഒരു റക്അത്ത് താമസിച്ചാ പോയെ. ഉസ്താദ് സലാം വീട്ടി. ഞാൻ എഴുന്നേറ്റ് അടുത്ത ലാസ്റ്റ് റക്അത്ത് നിസ്കരിച്ചിട്ട് അത്തഹിയാത്തിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ അത്തഹിയാത്ത് ഓതുമ്പോൾ എൻ്റെ അടുത്തിരുന്നിട്ട് ആരോ ഒരാൾ അല്ലാഹുമ്മ സല്ലി അല ഞാനിരുന്ന് പടച്ചനെ എൻ്റെ അത്തഹിയാത്ത് തെറ്റി. ഞാൻ വീണ്ടും ആദ്യം മുതൽ ഓതാൻ തുടങ്ങി. അപ്പടി ഇവ അടുത്തിരുന്നിട്ട് ആരോ പറയും അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന പറഞ്ഞിട്ടിരിക്കുക. അവസാനം കലി വന്നിട്ട് ഞാൻ സലാം വീട്ടി. നോക്കുമ്പോൾ 10-13 വയസ്സുള്ള ഒരു പയ്യ എൻ്റെ അടുത്തിരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുക അത്തഹിയാത്ത്. ഇമാമ് സുബ്ഹാനല്ലാഹും പറഞ്ഞ് അൽഹംദുലില്ലാഹും പറഞ്ഞു. ഇതാ ഇന്നത്തെ ആൾക്കാരുടെ അവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഈ സൂറത്ത് ഓതി പഠിച്ചോ എപ്പോഴും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് രണ്ടാമത് പറഞ്ഞു, മലക്കുകൾ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം ഒളുവോടുകൂടി നടക്കുന്ന മനുഷ്യനാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 എൻ്റെ പ്രിയമുള്ളവർ, നിർത്താറായോ? 11 മണിയായി. അതുകൊണ്ട് നിർത്താറായോ? നിർത്തണോ പറയണോ? കുറച്ചുകൂടെ നേരം ഇരിക്കുവോ? വേണോ വേണ്ടേ? വേണമെന്നുള്ളവരെന്ന് കൈപൊക്കിക്കേ. പെണ്ണുങ്ങളൊക്കെ വേണോ? കയ്യിൽ മോതിരമൊക്കെ ഉണ്ട് കേട്ടോ.